ഇത്രയും കാര്യങ്ങൾ ഒപ്പിച്ചെടുക്കാനേ ജോണിന് എത്ര രൂപ ചെലവായി? നിങ്ങൾ ഓരോ തവണയും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒപ്പിച്ച് അടി വാങ്ങിക്കുന്നതല്ലാതെ വേറെ എന്ത് സാറ്റിസ്ഫാക്ഷനാ നിങ്ങൾക്ക് ഇതിന്ന് കിട്ടുന്നത്? മഹാഭാരതത്തില് പാഞ്ചാലിക്ക് ഒരു അക്ഷയപാത്രം കിട്ടിയിട്ടുണ്ട്. വിഭവസമൃദ്ധമായ സദ്യക്ക് ഒട്ടും മുട്ടുവരാത്ത ഒരു അത്ഭുത പാത്രം. അതുപോലെ എന്തെങ്കിലും ജോണിന്റെ കൈവശം ഉണ്ടോ? ഈ കുബുദ്ധി ഇത്രമാത്രം എടുത്തങ്ങ് പ്രയോഗിക്കുന്നത് കൊണ്ട് ചോദിച്ചതാ. മാഡം, സംഭവിച്ചു പോയി, മാപ്പാക്കണം. എല്ലാ തവണയും പറയുന്ന പോലെയല്ല, ഇത്തവണത്തേക്ക് മാത്രം. മാഡം എന്റെ പേരിൽ ആക്ഷൻ എടുത്താൽ എനിക്ക് പിന്നെ കളക്ടറേറ്റിലേക്ക് കയറാൻ പറ്റില്ല. എന്തിനാടോ താനൊക്കെ ഇതിനകത്തേക്ക് കേറുന്നേ? ജനങ്ങളെ സേവിക്കാനായി സർക്കാർ നിയോഗിച്ചിരിക്കുന്ന താനൊക്കെ ഈ കാലയളവ് വരെ ആർക്കെങ്കിലും ഗുണം ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? ഈ കുതികാൽ വെട്ടും ചതിയും ഒക്കെ കഴിഞ്ഞിട്ട് അതിനൊക്കെ എവിടെയാ സമയം, അല്ലേ? നന്നാവാൻ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞ് എന്റെ നാവിന് വരെ തഴമ്പ് വെച്ചു. കഷ്ടം. ഇനി ജോണേ, തന്റെ ഭാഗത്തു നിന്നും ഇതുപോലുള്ള കൊള്ളരുതായ്മകൾ എനിക്കോ എന്റെ സ്റ്റാഫുകൾക്കോ ഉണ്ടായി എന്ന് കേട്ടാൽ താൻ പിന്നെ ഈ കളക്ടറേറ്റിൽ ഉണ്ടാവില്ല. പറഞ്ഞില്ലാന്ന് വേണ്ട. മാഡം, ഇനി മാഡം എന്നെ വിളിച്ച് ഇങ്ങനെയൊന്നും പറയേണ്ട അവസ്ഥ ഞാനായിട്ട് ഉണ്ടാക്കില്ല, ഉറപ്പ്. ഉണ്ടാക്കിയില്ലെങ്കിൽ തനിക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ അവസാന കാലത്ത് സർക്കാർ പെൻഷൻ വാങ്ങി വീട്ടിലിരുന്ന് കഴിക്കാൻ പറ്റില്ല. ഇനി എന്റെ ഭാഗത്തു നിന്നും ഒരു പറച്ചിലുണ്ടാവില്ല. അതോർത്താ നന്ന്. ആ പിന്നെ മലയാളത്തിലൊരു ചൊല്ലുണ്ട് ജോണെ, ജാത്യാലുള്ളത് തൂത്താ പോവില്ലാന്ന്. ജോണിന്റെ കാര്യത്തിൽ അത് അങ്ങനെയല്ലാന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ജോണിനുണ്ട്. ഒന്ന് ശ്രമിച്ചു നോക്ക്, നന്നാവുമെങ്കിൽ നന്നാവട്ടെ. ഹലോ. ഓ അങ്ങനെയാണോ? ശരി, ഞാൻ ദാ വരുന്നു. എന്നാ പിന്നെ മാഡം ഞാനങ്ങോട്ട്. ജോണിന് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലെങ്കിൽ നമുക്കൊന്ന് ജവഹർ കോളനി വരെ ഒന്ന് പോയാലോ? നമുക്കൊരു 5-10 മിനിറ്റിനുള്ളിൽ തിരിച്ചു വരാം. തീർച്ചയായും വരാം മാഡം. എന്നാ പിന്നെ ജോൺ പുറത്ത് വെയിറ്റ് ചെയ്യൂ. ഓക്കെ മാഡം.